ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവുന്നൊരു വീഡിയോ ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തിരക്കുള്ള വീട്ടമ്മമാർക്ക് അടുക്കളയിൽ പോയാൽ പിന്നെ ഒരു രക്ഷയില്ല അല്ലേ? തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാസ് കുക്കർ അല്ലേ? നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് കുക്കറിൽ മേലിൽ ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ വീണാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ആ ടെൻഷൻ ഒരു 2-3 മാസത്തേക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെ ഈ ഗ്യാസ് കുക്കർ എങ്ങനെ സേഫായി ക്ലീനായി സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടാൽ ഞാൻ ഒരു അലുമിനിയം ഫോയിൽ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞത്. ആ അലുമിനിയം ഫോയിൽ ഒരു 2 മാസത്തോളം പഴക്കമുള്ള ഒരു അലുമിനിയം ഫോയിലാണ്. കാരണം എനിക്ക് എപ്പോഴും ക്ലീൻ ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അലുമിനിയം ഫോയിൽ കൊണ്ട് ഗ്യാസ് കുക്കർ കവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഞാനിത് ചെയ്യുന്നത് പോലെ നോക്കിയിട്ട് നിങ്ങൾക്കും പറ്റും നിങ്ങളുടെ ഗ്യാസ് കുക്കർ കവർ ചെയ്യാനാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുക ഗ്യാസ് കുക്കർ. ഇത് ചെറിയ ഗ്യാസ് കുക്കറാണ്, 3 സ്റ്റൗള്ള ഗ്യാസ് കുക്കറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സോപ്പ്, എന്തെങ്കിലും ഒരു സോപ്പ് ഒരു വെള്ളത്തിലിട്ട് തുണിയിലിട്ട്, സ്പോഞ്ചാണെങ്കിൽ തുണിയാണെങ്കിൽ പ്രശ്നമില്ല, ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ 3 നോബ് ചെറുതായിട്ട് ഒന്ന് തുടച്ചാൽ മതി. ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ബേർണറുണ്ട്, 3 ബേർണർ. ആ ബേർണർ ഒരിക്കലും വെള്ളത്തിൽ കഴുകരുത് കേട്ടോ, ഒരിക്കലും വെള്ളത്തിൽ കഴുകരുത്. കാരണം അത് പെട്ടെന്ന് കേടാവാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഈ 3 ബേർണർ ഒരു നമ്മൾ അരക്കുന്ന കല്ലോ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു അരക്കുന്ന കല്ലോ അതിനടുത്ത് കൊണ്ടുപോയി ഇച്ചിരി തട്ടിയെടുക്കണം. കാരണം അകത്ത് ഇരുമ്പ് പൊടി പോലെ ഇരുമ്പ് പൊടി ഉണ്ട്, അതുകൊണ്ട് കുറച്ച് തട്ടിയിട്ട് എടുത്ത് കളയണം. പക്ഷേ ഒരിക്കലും വെള്ളത്തിൽ ആ ബേർണർ കഴുകരുത്, കാരണം പെട്ടെന്ന് അത് കേടാവും. പിന്നീട് ചെയ്യേണ്ടത് ആ ഗ്യാസ് കുക്കർ മൊത്തം ഒരു ബ്രഷ് എടുത്ത് കുറച്ച് ഇങ്ങനെ പതുക്കെ ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഞാൻ വീണ്ടും ഒരു തുണി എടുത്തിട്ട് അവിടെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ 3 ബേർണറിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുക, ഒരിക്കലും വെള്ളത്തിൽ കഴുകരുത്. കാരണം ഇത് കേടാവാണ് പ്രശ്നമാണ് വെള്ളത്തിൽ കഴുകിയാൽ. അതുകൊണ്ട് ഒരു കല്ലിനെ അടുത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരക്കണ കല്ലിന് അടുത്ത് കൊണ്ടുപോയണമെങ്കിൽ പ്രശ്നമില്ല. അവിടെ കൊണ്ടുപോയി കുറച്ച് തട്ടിയെടുക്കണം. കാരണം അതിൻ്റെ അകത്ത് ഇരുമ്പിൻ്റെ പൊടിയുണ്ട്. ആ പൊടി എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലെയിം ക്ലിയറായി കിട്ടില്ല അല്ലേ? നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ക്ലിയറായി വരില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഒരു കല്ലിനടുത്ത് കൊണ്ടുപോയി ഈ 3 ബർണർ കുറച്ച് തട്ടിയെടുക്കണം. അപ്പോൾ ഇരുമ്പിൻ്റെ പൊടി, അകത്തുള്ള ഇരുമ്പിൻ്റെ പൊടി താഴെ വീണു. പുതിയ വാങ്ങിയ ഗ്യാസ് കുക്കറാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൗ ആണെങ്കിൽ കുറച്ച് 3 ബർണർ കുറച്ച് തട്ടിയെടുക്കണം. ഒരു കല്ലിൻ്റെ അടുത്ത് അടിച്ചിട്ട് കുറച്ച് തട്ടിയെടുക്കണം. ഈ ബ്രാൻഡിൻ്റെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ഈ ഗ്യാസ് കുക്കർ വാങ്ങിയിട്ട് ഇപ്പോൾ 23 വർഷത്തോളായി. അന്ന് മുതൽ ഞാനാണ് ഈ ഗ്യാസ് കുക്കർ ഉപയോഗിക്കുന്നത്, ക്ലീൻ ചെയ്യുന്നതൊക്കെ. പക്ഷേ ബ്രാൻഡിനേക്കാൾ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. ഏത് സാധനം വാങ്ങിയാൽ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുമ്പോഴാണ് അതിന് നിലനിൽപ്പ് അല്ലേ? അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഡ്രെയിനർ
ഡ്രെയിനർ റാക്ക് എല്ലാം ക്ലീൻ ചെയ്തു. വെള്ളത്തിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തത്. പക്ഷെ ബർണർ മാത്രം ക്ലീൻ ചെയ്യാൻ പാടില്ല, ബാക്കിയെല്ലാം വെള്ളത്തിൽ തുടച്ച് ക്ലീൻ ചെയ്യുക. ഇപ്പം ഞാൻ ഡ്രെയിനർ റാക്ക് എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ വീണ്ടും ബർണർ എടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവുക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് വലിയ കാര്യമൊന്നും അല്ല. ഇത് പവർ കണക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നും ആവശ്യമില്ല. എല്ലാ സ്പെയർ പാർട്സ് ഊരിക്കളയാനും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്യാസ് കുക്കർ. അതുകൊണ്ട് പേടിക്കാനൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ സാധനം ഇങ്ങനെ പിടിച്ച് ഫിക്സ് ചെയ്താൽ മതി. എല്ലാം അത് ഊരിക്കളയുമ്പോൾ മനസ്സിലായി അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വീണ്ടും ഫിക്സ് ചെയ്യണത്, അതൊക്കെ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ അതൊന്ന് നോക്കി ഒരു ഫിക്സ് ചെയ്താൽ മതി. പിന്നെ ഈ ഡ്രെയിനർ നമ്മൾ അലുമിനിയം ഫോയിൽ കവർ ചെയ്യാൻ മുമ്പ് എല്ലാം ഇതുപോലെ ഫിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെയാണ് നമ്മൾ അലുമിനിയം ഫോയിൽ കവർ ചെയ്യേണ്ടത്. പക്ഷേ ഈ അലുമിനിയം ഫോയിൽ ഒരു സ്മോൾ പീസാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ലാർജായിട്ടൊന്നും കിട്ടിയില്ല, അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 സ്മോൾ പീസ് മേടിച്ചു. അതുകൊണ്ട് 2 കഷ്ണങ്ങളായിട്ട് ഞാൻ ഇത് കവർ ചെയ്യാൻ പോവുക കേട്ടോ. ഇത് ശ്രദ്ധിച്ച് നോക്കണം എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇനി മുന്നോട്ട് ഇതേക്കാൾ നല്ല സിസ്റ്റം വരും. പക്ഷെ തത്കാലം നമുക്ക് ഉള്ളതുപോലെ നമ്മളിങ്ങനെ കവർ ചെയ്യുക. അത് കറക്റ്റായിട്ട് പീസ് കട്ട് ചെയ്ത് എടുക്കണം. നോബ് ക്ലോസ് ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് മേലോട് വരെ ഒന്ന് ഇങ്ങനെ മേലോട് വരെ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു കത്തി എടുത്തിട്ട് ആ ബർണർ ഉള്ള സ്ഥലത്താണ് കുത്തി എടുക്കേണ്ടത്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, കാരണം പെട്ടെന്ന് കീറിപ്പോണ ഒരു പേപ്പർ പോലെയാണ്. പക്ഷേ ഇത് സ്മോൾ അലുമിനിയം ഫോയിലാണ് ഞാൻ വാങ്ങിയത്. നിങ്ങൾ വലിയ ഒരു തിക്നെസ് ഉള്ള ഒരു അലുമിനിയം ഫോയിൽ വാങ്ങിയാൽ അത്രയ്ക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് കീറി പോകണില്ല. അതിന് തിക്നെസ് കൂടുതൽ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഈ ഫ്ലെയിം ഔട്ട് വരാണ് സ്പേസ് കൊടുത്തിട്ട് ആണ് ആ താലിരിക്കുന്ന ഡ്രെയിനിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അപ്പോഴാ ഫ്ലെയിം ക്ലിയറായി പുറത്ത് വരത്തുള്ളൂ. ഇനിയിപ്പോൾ ആ ട്രാക്ക് മേലിൽ കറക്റ്റായി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്ത ഹോള് കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ പോലെ ഇതേപോലെ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഫ്ലെയിം ഒക്കെ ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു.